വെൽക്കം ടു സ്റ്റഡി ഗൈഡ് മലയാളം. RPF കോൺസ്റ്റബിളിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് നമ്പർ സിസ്റ്റത്തിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ പാർട്ട് 2 ആണ്. സോ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പ്രോബ്ലം ആണ്. 999 412 ഡിവൈഡഡ് ബൈ 999 ഇൻറ്റു 999 എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? താഴത്തെ ഒരു 999 ഉണ്ട്, മുകളിലുണ്ട്, കട്ട് ചെയ്ത് കളയില്ലേ? അപ്പം തന്നെ ആൻസർ തെറ്റി. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഇവിടെ തന്നിട്ടുള്ള നമ്പർ എന്താണെന്ന് നോക്കണം. 999 412 ഡിവൈഡഡ് ബൈ 999. ഈ ഒരു ഫോർമാറ്റിൽ ഒരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചെറിയ നമ്പർ വെച്ച് നമുക്ക് നോക്കാം. 3 1/2 3.5. ഈ ഒരു നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 പ്ലസ് മുകളിലൊരു 1 ഇല്ലേ, 1 ഹോൾ ഡിവൈഡഡ് ബൈ 2. ഈ ബൈ 2 എന്നുള്ളത് ടോട്ടൽ 3 × 2 + 1ൻ്റെ ഡിനോമിനേറ്ററാണ്. അതുകൊണ്ട് ഇവിടെ നമുക്കത് കട്ട് ചെയ്ത് കളയാൻ സാധിക്കില്ല. കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? 3 1/2 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 പ്ലസ് മുകളിൽ 1 ഹോൾ ഡിവൈഡഡ് ബൈ 2. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഈ ടോട്ടലായിട്ട് വരുന്ന നമ്പറിൻ്റെ ഡിനോമിനേറ്ററാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ അതിനെ കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 999 ഇൻറ്റു 999 പ്ലസ് മുകളിലെ നമ്പർ എത്രയാണ്? 412 ഡിവൈഡഡ് ബൈ 999 ഇൻറ്റു 999. ഇനി നമുക്ക് ഈ 999 കട്ട് ചെയ്ത് കളയാം. കാരണം രണ്ടും സെയിം നമ്പറാണ്. 999 ഇൻറ്റു 999 ആൻസർ 9801 പ്ലസ് 412 ഈക്വൽ ടു 998 413. ഇതാണ് നമ്മുടെ ആൻസർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവില്ലേ, എങ്ങനെയാണ് ഈ 999 ഇൻറ്റു 999 ഇത്ര സിമ്പിളായിട്ട് ചെയ്തതെന്ന്? അതിന് നമുക്കൊരു ട്രിക്ക് ഉണ്ട്. 999 ഇൻറ്റു 999 എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്പറിൽ -1 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 998 എന്ന ആൻസർ കിട്ടി. ഇനി ഈ നമ്പറിൽ എത്ര 9 ഉണ്ട്? 2 9 ഇല്ലേ? 2 0 ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു 1 കൂടി ഇട്ടാൽ ഇതിൻ്റെ ആൻസർ കിട്ടി. 999 ഇൻറ്റു 999 എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിന് ഈ നമ്പറിൽ നിന്ന് 1 മൈനസ് ചെയ്യാം. 998 കിട്ടിയില്ലേ? ഈ 998ൽ എത്ര 9 ഉണ്ട്? 2 9 ഉണ്ട്. അപ്പോൾ നമ്മൾ 2 0 ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു 1 കൂടെ ഇട്ടാൽ ഇതിൻ്റെ ആൻസറായി. കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? അടുത്തൊരു നമ്പർ നോക്കാം. 9999 ഇൻറ്റു 9999. ഇതിൽ നമുക്ക് ആ ട്രിക്ക് എങ്ങനെ യൂസ് ചെയ്യാം? 9999 നിന്നും 1 മൈനസ് ചെയ്യുക. 9998. ഇനി ഈ നമ്പറിൽ എത്ര 9 ഉണ്ട്? 1 2 3 9 ഇല്ലേ? അപ്പോൾ 3 0 ആഡ് ചെയ്ത് കൊടുത്തു. അവസാനം ഒരു 1 കൂടി എഴുതി. നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ ഉത്തരം. സോ നമുക്കൊന്നുകൂടെ നോക്കാം. 99 ആണെങ്കിലോ 99 ഇൻറ്റു 99 വരുമ്പോൾ 99ൽ നിന്നും 1 മൈനസ് ചെയ്യുക. 98 കിട്ടി. ഈ 98ൽ എത്ര 9 ഉണ്ട്? ഒരു 9. സോ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്തു. അവസാനം ഒരു 1 കൂടി ഇട്ടാൽ ഇതിൻ്റെ ആൻസറായി. സോ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് എത്ര വലിയ 9ൻ്റെ നമ്പറും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ആദ്യം ഈ ഫോർമാറ്റിലുള്ള നമ്പർ നമ്മൾ മാറ്റി എഴുതി. 999 ഇൻറ്റു 999 പ്ലസ് 412 ഡിവൈഡഡ് ബൈ 999 ഇൻറ്റു 999. നമുക്ക് മുകളിലത്തെയും താഴത്തെയും നമ്പേഴ്സിനെ കട്ട് ചെയ്ത് കളയാം. ഇനി
999 999 നമ്മൾ സിമ്പിളായിട്ട് ട്രിക്ക് പഠിച്ചില്ലേ? 999 നിന്നും 1 മൈനസ് ചെയ്താൽ 998. ഇതിൽ എത്ര 9 ഉണ്ട്? 2 9. സോ 2 0 അവസാനം ഒരു 1 കൂടി ആഡ് ചെയ്താൽ ഇതിൻ്റെ ഉത്തരമായി. പ്ലസ് 412 എന്ന് പറയുമ്പോൾ അവസാനത്തെ നമ്മുടെ ആൻസർ 13. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്തൊരു ടൈപ്പ് ചോദ്യം നോക്കാം. 115 ഇൻറ്റു 115 മൈനസ് 95 ഇൻറ്റു 95. ആൻസർ എന്തായിരിക്കും? ഇങ്ങനെ ഒരു ചോദ്യം കിട്ടി. സെയിം നമ്പർ അല്ലേ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത്? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്വയർ എന്ന് വിളിച്ചൂടെ? അപ്പം 115 സ്ക്വയർ മൈനസ് 95 സ്ക്വയർ. സെയിം ചോദ്യം തന്നെയല്ലേ? ഒരു നമ്പറിനെ 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് അതിൻ്റെ സ്ക്വയർ അല്ലേ? സോ ഇത് കാണുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഓർമ്മ വരും. ഏതാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. പണ്ട് പഠിച്ചതാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. മറന്നുപോയാൽ ഒന്നുകൂടി ഓർത്തെടുക്കാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടുത്തെ എയും ബിയും എന്താണ്? എ എന്ന് പറയുമ്പോൾ 115, ബി എന്ന് പറയുമ്പോൾ 95. സോ സിമ്പിളായിട്ട് ചെയ്തൂടെ? 115 പ്ലസ് 95 ഇൻറ്റു 115 മൈനസ് 95. 115 പ്ലസ് 95 210 ഇൻറ്റു 115 മൈനസ് 95 20. 21 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 42. ടോട്ടൽ ഇവിടെ എത്ര സീറോ ഉണ്ട്? 2 നമ്പേഴ്സിലും കൂടി 2 സീറോ. 4200 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഒന്നുകൂടെ പറയാം. 115 ഇൻറ്റു 115 മൈനസ് 95 ഇൻറ്റു 95. ഇത് എത്രയാണെന്നാണ് ചോദ്യം. ഒരേ നമ്പറിനെ 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് അതിൻ്റെ സ്ക്വയർ അല്ലേ? 115 സ്ക്വയർ മൈനസ് 95 സ്ക്വയർ. ഈ ഒരു ഫോർമാറ്റ് കാണുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഓർമ്മ വരണം. മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പൊടി തട്ടിയെടുക്കാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ നമ്മുടെ എയും ബിയും ഏതാണ്? 115ഉം 95ഉം. ഈ ഇക്വേഷനിൽ ഈ നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ പോരെ? 115 പ്ലസ് 95 ഇൻറ്റു 115 മൈനസ് 95. 115 പ്ലസ് 95 എന്ന് പറയുമ്പോൾ 210 ഇൻറ്റു 115 മൈനസ് 95 20. 210 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 4200 ആയിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. സെയിം ടൈപ്പിലെ അടുത്തൊരു ചോദ്യം നോക്കാം. 215 ഇൻറ്റു 215 മൈനസ് 115 ഇൻറ്റു 115. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോർമാറ്റിൽ എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മറന്നു പോയില്ല. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. 215 സ്ക്വയർ മൈനസ് 115 സ്ക്വയർ എന്ന് പറയുമ്പോൾ 215 പ്ലസ് 115 ഇൻറ്റു 215 മൈനസ് 115. 215 പ്ലസ് 115 330 ഇൻറ്റു 215 മൈനസ് 115 100. ഒരു നമ്പറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ 100-ലെ പൂജ്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 330 2 പൂജ്യം കൂടി ആഡ് ചെയ്താൽ സോ നമ്മുടെ ആൻസർ കിട്ടി 33,000. ഒന്നുകൂടെ പറയാം. 215 ഇൻറ്റു 215 മൈനസ് 115 ഇൻറ്റു 115. നമുക്കിത് ഏത് ഫോർമാറ്റിലാണുള്ളത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോർമാറ്റിലല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. 215 സ്ക്വയർ മൈനസ് 115 സ്ക്വയർ എന്ന് പറയുമ്പോൾ 215 പ്ലസ് 115 ഇൻറ്റു 215 മൈനസ് 115. 215 115 ആഡ് ചെയ്താൽ 330 ഇൻറ്റു 100. നമുക്ക് അവസാനത്തെ ആൻസർ എന്ത് കിട്ടി? 33,000. സെയിം ടൈപ്പിലുള്ള മറ്റൊരു ചോദ്യം നോക്കാം. 420 ഇൻറ്റു 420 മൈനസ് 320 ഇൻറ്റു 320. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വന്നു? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയാണ്. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിൽ നമുക്ക് ഈ നമ്പേഴ്സിനെ എഴുതിക്കൂടെ? 420 സ്ക്വയർ മൈനസ് 320 സ്ക്വയർ. അതെന്ത് വരും? എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ
420 പ്ലസ് 320 ഇൻറ്റു 420 മൈനസ് 320. 420 പ്ലസ് 320 740 ഇൻറ്റു 420 നിന്ന് 320 മൈനസ് ചെയ്താൽ 100. ഒരു നമ്പറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അവസാനം 2 0 ആഡ് ചെയ്താൽ മതി. സോ 74,000 ആയിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. നമ്മൾ എന്താണ് ചെയ്തത്? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 420 ഇൻറ്റു 420 മൈനസ് 320 ഇൻറ്റു 320. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏത് ഇക്വേഷനാണ് ഓർമ്മ വന്നത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? 420 സ്ക്വയർ മൈനസ് 320 സ്ക്വയർ. 420 പ്ലസ് 320 ഇൻറ്റു 420 മൈനസ് 320. 420 320 ആഡ് ചെയ്താൽ 740 ഇൻറ്റു 420 നിന്ന് 320 മൈനസ് ചെയ്താൽ 100. ഒരു നമ്പറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അവസാനം 2 0 ആഡ് ചെയ്താൽ മതി. 74,000 ആയിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തൊരു ചോദ്യം നോക്കാം. 201 ഇൻറ്റു 201 പ്ലസ് 199 ഇൻറ്റു 199. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്നും ഇതിനെന്താണ് ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത്? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ സെൻറ്ററിൽ മൈനസ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് വന്നു? പ്ലസ് വന്നു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാവില്ലേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇത്രയും വലിയ ഇക്വേഷൻ വെച്ചിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട് എന്ന് കരുതി ഇക്വേഷനൊന്നും പഠിക്കേണ്ടെന്നല്ല, ഇത് മൈൻഡിലിരുന്നോട്ടെ. പക്ഷേ നമുക്ക് മത്സര പരീക്ഷയ്ക്ക് എത്രയും പെട്ടെന്ന് ആൻസറിലെത്തണ്ടേ? സോ അതിനായിട്ട് നമുക്കൊരു സിമ്പിൾ ട്രിക്ക് നോക്കാം. സോ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ നമ്പറിൽ 200-ൽ നിന്ന് എത്ര കൂടുതലുണ്ട്? 1 കൂടുതലല്ലേ? അതേപോലെ തന്നെ രണ്ടാമത്തെ നമ്പറിൽ 200-ൽ നിന്ന് എത്ര കുറവുണ്ട്? 1ൻ്റെ കുറവില്ലേ? അതായത് ആദ്യത്തെ നമ്പറിൽ 200-ൽ നിന്ന് 1 കൂടുതലുണ്ട് +1, അടുത്തതിൽ 200-ൽ നിന്ന് 1 കുറവുണ്ട്. സോ ഇനി ഈ 1ൻ്റെ സ്ക്വയർ എടുത്തതിന് ശേഷം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എത്രയാണോ കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ എത്രയാണോ കുറവ് വരുന്നത് ആ നമ്പറിൻ്റെ സ്ക്വയർ എടുത്തതിന് ശേഷം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര വന്നു? ഇവിടെ 1 ആയതുകൊണ്ട് തന്നെ ആൻസർ 2 എന്ന് വന്നു. പക്ഷേ ഇവിടെ നമുക്ക് 4 ഡിജിറ്റ് ആവശ്യമാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? 2ന് മുന്നേ 3 0 ആഡ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ വാല്യൂ എത്ര തന്നെയാണ് വരുന്നത്? 2 തന്നെയായിരിക്കും വരുന്നത്. പക്ഷേ ഡിജിറ്റുകളുടെ എണ്ണം എത്രയായി? 4 ആയി. ഇനി ഈ ഒരു നമ്പറിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് എത്രയാണെന്ന് നോക്കാം. 2. ഈ 2ൻ്റെ സ്ക്വയർ എടുത്തതിന് ശേഷം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ ഈ അധികമോ കുറവോ ആയ സംഖ്യയുടെ സ്ക്വയർ എടുത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുപോലെ തന്നെ ഈ നമ്പറിൻ്റെ ആദ്യത്തെ ഡിജിറ്റിൻ്റെ സ്ക്വയർ എടുത്തതിന് ശേഷം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. 4 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8 കിട്ടിയില്ലേ? ഇനി ഈ 8ഉം 0 0 2ഉം കൂടി ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടും. കൺസെപ്റ്റ് ക്ലിയർ ആയോ? വലിയ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതിനേക്കാൾ സിമ്പിളായിട്ട് ആൻസറിൽ എത്താനുള്ളൊരു ട്രിക്കാണിത്. ആദ്യത്തെ നമ്പറിൽ 200-ൽ നിന്ന് 1 കൂടുതലുണ്ട്. അതേ 1 തന്നെ രണ്ടാമത്തെ നമ്പറിൽ 200-ൽ എത്താനും കുറവുണ്ട്. സോ ഈ 1ൻ്റെ സ്ക്വയർ എടുത്തതിന് ശേഷം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് തോന്നുന്നു? 2 എന്ന് കിട്ടി. പക്ഷേ ഇവിടെ നമുക്ക് 4 ഡിജിറ്റ് ആവശ്യമുണ്ട്. 2 മാത്രമേ ഉള്ളൂ. നമ്മൾ മുൻപിലോട്ട് 3 സീറോസ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ വാല്യൂവിൽ ചേഞ്ച് വരില്ല. ഇനി ആദ്യത്തെ നമ്പറിലെ ഫസ്റ്റ് ഡിജിറ്റിൻ്റെ സ്ക്വയർ എടുത്തതിന് ശേഷം അതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 8 കിട്ടി. ഇത് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ നമുക്ക് ഫുൾ ആൻസർ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേ കൺസെപ്റ്റിൽ 1-2 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അടുത്തൊരു ചോദ്യം നോക്കാം. 315 ഇൻറ്റു 315 പ്ലസ് 285 ഇൻറ്റു 285 ഏത് ഫോർമാറ്റിലാണുള്ളത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്പറിൻ്റെ പ്രത്യേകത ആദ്യം നോക്കാം. 300-ൽ നിന്നും ഈ നമ്പറിൽ എത്ര കൂടുതലുണ്ട്? 15 കൂടുതലുണ്ട്. 300-ൽ നിന്നും ഇവിടെ എത്ര കുറവുണ്ട്? 15 കുറവുണ്ട്.
സോ നമ്മളെന്ത് ആദ്യം ചെയ്യും? 15ൻ്റെ സ്ക്വയർ എടുത്തതിന് ശേഷം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ കുറച്ച് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സും അതുപോലെ സ്ക്വയർ റൂട്ടും മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ തെറവായിട്ട് പഠിച്ചിരുന്നാൽ മാത്രമേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എളുപ്പത്തിൽ ആൻസറിലോട്ട് എത്താൻ സാധിക്കുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ എന്നല്ല, ഒരുപാട് ക്വസ്റ്റ്യൻ അത് നിങ്ങൾക്ക് യൂസ് ആവും. അതുകൊണ്ട് തന്നെ 15ൻ്റെ സ്ക്വയർ അറിയാത്തവരുണ്ടെങ്കിൽ സൈഡിൽ ചെയ്ത് നോക്കുക, അല്ലാതെ മാർഗ്ഗമില്ല. പക്ഷെ മാക്സിമം നമ്മൾ പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കണം. 15ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 225. 225 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 450. 225ൻ്റെ ഇരട്ടി. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? 450 എന്ന് കിട്ടി. എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ് അല്ലേ ഉള്ളൂ. നമുക്ക് എത്ര ഡിജിറ്റ് വേണം? 4 എണ്ണം വേണം. 4 എണ്ണം ആവാൻ അവസാനം ഒരു 0 കൊടുക്കാം പറ്റുമോ? ഒരിക്കലും ഇല്ല. അവസാനം നമ്മളൊരു 0 കൊടുക്കുമ്പോൾ ഈ നമ്പറിൻ്റെ വാല്യൂ എത്രയായി? 4500 ആയി. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. തുടക്കത്തിൽ തന്നെ ഒരു 0 കൊടുക്കുക. ഒരു നമ്പറിന് മുന്നേ നമ്മൾ എത്ര 0 ഇട്ട് കൊടുത്താലും ആ നമ്പറിൻ്റെ വാല്യൂവിൽ ചേഞ്ചസ് ഒന്നും തന്നെ വരില്ല. ഇനി ആദ്യത്തെ നമ്പറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് എടുക്കാം. ഫസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 3. 3ൻ്റെ സ്ക്വയർ എടുത്തതിന് ശേഷം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. 9 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 18. അവസാനം നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതും. 18 0 450. ഇതായിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഒന്നുകൂടെ പറയാം. 315 ഇൻറ്റു 315 പ്ലസ് 285 ഇൻറ്റു 285. ഏത് ഫോർമാറ്റിലാണുള്ളത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇക്വേഷൻ അല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ ട്രിക്കിലൂടെയാണ് ഇത് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്പറിൽ 300-ൽ നിന്നും 15 കൂടുതലുണ്ട്. അതേ 15 രണ്ടാമത്തെ നമ്പറിൽ 300-ൽ എത്താനും കുറവുണ്ട്. അതായത് 285ൻ്റെ കൂടെ 15 ആഡ് ചെയ്താലാണ് 300-ലോട്ട് എത്തുക. സോ ആദ്യം ഈ 15ൻ്റെ സ്ക്വയർ എടുക്കുക, ഇൻറ്റു 2 ചെയ്യുക, അതിൻ്റെ ഇരട്ടി എടുക്കുക. 15ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 225 വരും. അതേ ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 450. 450-ൽ എത്ര ഡിജിറ്റുകളുണ്ട്? 3 ഡിജിറ്റുകളുണ്ട്. നമുക്ക് ഈ ഭാഗത്ത് ടോട്ടൽ 4 ഡിജിറ്റുകൾ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാർട്ടിങ്ങിലൊരു 0 ഇട്ട് കൊടുത്തു. ഇനി അതേപോലെ ഫസ്റ്റ് നമ്പറിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് എടുക്കുക, 3. ഇതിൻ്റെ സ്ക്വയർ എടുത്തതിന് ശേഷം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9. 9 ഇൻറ്റു 2 18. അവസാനത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ 2 ഭാഗത്തെയും നമ്പേഴ്സ് ഒരുമിച്ച് എഴുതി. 18 0 450. ഇതായിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇതേ ടൈപ്പിൽ ഒരു ചോദ്യം കൂടി നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. 425 ഇൻറ്റു 425 പ്ലസ് 375 ഇൻറ്റു 375. ഏത് ഫോർമാറ്റിലാണുള്ളത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന ഫോർമാറ്റിലല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറിൻ്റെ പ്രത്യേകത നോക്കണ്ടേ? ആദ്യത്തെ നമ്പറിൽ 400-ൽ നിന്ന് എത്ര കൂടുതലുണ്ട്? 25 കൂടുതലുണ്ട്. രണ്ടാമത്തെ നമ്പറിൽ 400-ൽ നിന്ന് എത്ര കുറവുണ്ട്? 25 കുറവുണ്ട്. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ 25ൻ്റെ സ്ക്വയർ എടുക്കണം. അതായത് ഇതിൽ നിന്നും കുറവുള്ള നമ്പറിൻ്റെ സ്ക്വയർ എടുക്കണം. ഇൻറ്റു 2 ചെയ്യണം. 25ൻ്റെ സ്ക്വയർ എത്രയാണ്? 625. 625 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 1250. ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ഈ നമ്പറിൽ എത്രയാണ് ഡിഫറൻസ് വന്നത് ആ നമ്പറിൻ്റെ സ്ക്വയർ എടുത്തു, ഇൻറ്റു 2 ചെയ്തു. 25ൻ്റെ സ്ക്വയർ 625 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 1250. ഇനി ഇവിടെ നമുക്ക് എന്താണ് നോക്കാനുള്ളത്? എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കണം. ഇവിടെ 1 2 3 4 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. ഡിജിറ്റ് കുറവാണെങ്കിൽ മുൻപ് 0 ഇട്ട് കൊടുക്കണം. സോ ഇതുവരെ ക്ലിയർ ആയില്ലേ? ഇനി എന്ത് ചെയ്തു? ആദ്യത്തെ നമ്പർ എടുക്കുക, അതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ഏതാണെന്ന് നോക്കുക. അതേതാണ്? 4. 4ൻ്റെ സ്ക്വയർ എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. 16 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 32. സോ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ നമ്പർ എടുത്തു, അതിലെ ഫസ്റ്റ് ഡിജിറ്റ് ഏതാണോ ആ നമ്പറിൻ്റെ സ്ക്വയർ എടുത്തതിന് ശേഷം ഇൻറ്റു 2 ചെയ്തു. 16 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 32. അവസാനത്തെ സ്റ്റെപ്പ് എന്താണ്? 2 സൈഡിലെ നമ്പേഴ്സ് ഒരുമിച്ച് എഴുതിയാൽ മതി.
32 1250. ഇതായിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഒന്നുകൂടെ പറയാം. 425 ഇൻറ്റു 425 പ്ലസ് 375 ഇൻറ്റു 375. A² പ്ലസ് B² എന്ന ഫോർമാറ്റിലല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രത്യേകത എന്താണെന്ന് നോക്കി. 400-ൽ നിന്നും ഫസ്റ്റ് നമ്പറിൽ 25 കൂടുതലുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ നമ്പറിൽ 400-ൽ നിന്നും 25 കുറവുണ്ട്. ആദ്യം നമ്മൾ ആ സൈഡിലോട്ട് പോയി ഇവിടെ എത്രയാണോ കുറവുള്ളത് ആ നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക, ഇൻറ്റു 2 ചെയ്യുക. ഇവിടെ എത്രയാണ് ആ നമ്പർ? 25. 25ൻ്റെ സ്ക്വയർ 625 ഇൻറ്റു 2. 625 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 1250. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ നമ്പറിൽ 4 ഡിജിറ്റ് വേണം. അതിൽ കുറവുണ്ടെങ്കിൽ മുൻപിൽ അത്രയും സീറോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ ആയില്ലേ? ഇനി എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്പറിലോട്ട് പോയി. ഫസ്റ്റ് നമ്പറിലെ ആദ്യത്തെ ഡിജിറ്റ് ഏതാണെന്ന് നോക്കി. ഈ നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക, ഇൻറ്റു 2 ചെയ്യുക. എത്രയാണ് ഇതിലെ ഫസ്റ്റ് ഡിജിറ്റ്? 4. 4 സ്ക്വയർ ഇൻറ്റു 2. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. 16 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 32. ഇതുവരെ ഓക്കെ അല്ലേ? അവസാനത്തെ സ്റ്റെപ്പ് എന്താണ്? രണ്ട് സൈഡിലെയും നമ്പേഴ്സ് ഒരുമിച്ച് എഴുതി. സോ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? നമ്പർ സിസ്റ്റത്തിലെ കുറച്ച് പ്രോബ്ലംസാണ് നമ്മളിന്ന് ആൻസർ ചെയ്തത്. വളരെ സിമ്പിളായിട്ട് ഉത്തരത്തിലോട്ട് എത്താനുള്ള ട്രിക്സ് നമ്മൾ പഠിച്ചു. കൺഫ്യൂഷൻ ഒന്നുമില്ല. ഒന്നുകൂടെ മനസ്സിരുത്തി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവാവുന്നതേ ഉള്ളൂ. സോ അടുത്ത വീഡിയോയിൽ ഡിവിസിബിലിറ്റി റൂൾസ് പഠിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്